ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം 6 അധ്യായം 1 മുതൽ 4 വരെയുള്ളത്. നമുക്കതിൽ കുറച്ച് വചനം വായിച്ച് അതിനുശേഷം നമുക്കതിനെ പറ്റിയിട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാം. ഓക്കെ. ദുഷ്കീർത്തി അപമാനവും നിന്ദയും ഉളവാക്കുന്നു. കപടഭാഷിക്കും ഇത് തന്നെ പ്രതിഫലം. അഭിലാഷങ്ങൾക്ക് അടിപ്പെടരുത്. അവ നിന്നെ കാളക്കൂറ്റനെപ്പോലെ കുത്തിക്കീറും. അവ നിൻ്റെ ഇലകൾ ഭക്ഷിക്കുകയും അവ നിൻ്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. നീ ഒരു ഉണക്കമരമായി തീരും. ദുഷിച്ച ഹൃദയം അവനവനെ തന്നെ നശിപ്പിക്കുന്നു. ശത്രുക്കളുടെ മുൻപിൽ അവൻ പരിഹാസപാത്രമായി തീരും. നമ്മുടെ സ്വഭാവത്തെയും സംസാരത്തെയും നിയന്ത്രിച്ച് എങ്ങനെ ദൈവിക സ്വഭാവം നമ്മിൽ കൊണ്ടുവരണമെന്നാണ് പ്രഭാഷകൻ്റെ പുസ്തകം പഠിപ്പിക്കുന്നത്. ശത്രുവിനെ സന്തോഷിക്കാൻ ഇടവരുത്തരുത്. അതായത് കോപം, അഹങ്കാരം, തെറ്റായ പ്രവൃത്തികൾ എന്നിവ കാരണം മറ്റുള്ളവർക്ക് നമ്മെക്കുറിച്ച് ദോഷം പറയാനോ പരിഹസിക്കാനോ അവസരം കൊടുക്കരുത്. പിന്നെ നിയന്ത്രണമില്ലാത്ത വികാരങ്ങളും മോഹങ്ങളും നമ്മെ തെറ്റായ വഴിയിലേക്ക് നയിക്കും. ജെറമ്യ 15:21 പറയുന്നു, ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് നിന്നെ ഞാൻ വിടുവിക്കും, അക്രമികളുടെ പിടിയിൽ നിന്ന് നിന്നെ ഞാൻ വീണ്ടെടുക്കും. കർത്താവിൻ്റെ അരുളപ്പാടാണത്. കർത്താവിന് നമ്മളെ ദുഷ്ടൻ്റെ കയ്യിൽ വിട്ടുകൊടുക്കാൻ ഒട്ടും ഇഷ്ടമില്ല. അപ്പോൾ നമുക്ക് നോക്കാം ദുഷ്കീർത്തി എന്താണെന്നും അഭിലാഷങ്ങൾ എന്താണെന്നും മനസ്സിലാക്കാം. പൊതുവെ പറഞ്ഞാൽ അത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. എന്നാലും മറ്റുള്ളവരെ പോലെ, അതായത് നമ്മളെക്കാൾ സ്റ്റാറ്റസ് ഉള്ളവരെ പോലെ കാറ്, വീട്, ഡ്രസ്സ്, പ്രൊഫഷൻ അല്ലെങ്കിൽ പൊസിഷൻ എന്ന് തുടങ്ങി പലതും നമ്മുടെ ആഗ്രഹങ്ങളാണ്. എന്നാൽ നന്മയിൽ നടക്കുന്നവരെ പോലെ സൗമ്യത, സൗഹൃദം, കരുണ, സ്നേഹം, ആത്മാർത്ഥത അതൊന്നും നമ്മൾ തിരിഞ്ഞു നോക്കാറില്ല. ഈ ലോകത്തിൻ്റെ ആഗ്രഹങ്ങളോടാണ് നമുക്ക് കൂടുതലും ഇഷ്ടം. ആ ഇഷ്ടം കൊണ്ട് നമ്മൾ നമ്മളെ തന്നെ നശിപ്പിക്കുകയാണ്, നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുകയാണ്. ആമോസ് 5:4, ആമോസിൻ്റെ പുസ്തകം 5:4. ഇസ്രായേൽ ഭവനത്തോട് കർത്താവ് അരുളി ചെയ്യുന്നു, എന്നെ അന്വേഷിക്കുവിൻ, നിങ്ങൾ ജീവിക്കും. കർത്താവിനെ അന്വേഷിച്ചാൽ നമ്മൾ ജീവിക്കും. ആമോസ് 5:14 പറയുന്നു, തിന്മയല്ല നന്മ അന്വേഷിക്കുവിൻ, നിങ്ങൾ ജീവിക്കും, നിങ്ങൾ പറയുന്നത് പോലെ. അപ്പോൾ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. എത്ര സ്നേഹത്തിൽ എത്ര വാഗ്ദാനമാണ് പറയുന്നത്. എത്ര നല്ല വാഗ്ദാനമാണെന്നൊന്ന് ചിന്തിച്ച് നോക്കാം. അതായത് ആമോസ് 5:14, തിന്മയല്ല നന്മ അന്വേഷിക്കുവിൻ, നിങ്ങൾ ജീവിക്കും, നിങ്ങൾ പറയുന്നത് പോലെ. ഇത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. നമ്മൾ എന്ത് പറയുന്നോ, എങ്ങനെ നമുക്ക് ജീവിക്കണമെന്ന് പറയുന്നോ അതുപോലെ നമ്മളെ കൊണ്ടു നടക്കും. അതും ആരാ പറയുന്നത്? സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ്, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവ്. അങ്ങനെ ആ വാഗ്ദാനത്തിൽ വിശ്വസ്തനായ കർത്താവിൻ്റെ കൂടെ ദൈവത്തിൽ സമർപ്പിച്ച് നന്മയിൽ ജീവിച്ച് ദൈവത്തോടു കൂടി ജീവിക്കാം. ആമേൻ.